So we have the next question on the screen. SA node, AV bundle and bundle of His. Make a flow chart showing cardiac impulses conduction using appropriate terms given above. മുകളിൽ കൊടുത്ത ഈ ടേംസ് അനുസരിച്ച് നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം കാർഡിയാക് ഇമ്പൾസസ് they are generated by specialized nodal fibers and nodal tissues associated with the human heart. SA നോഡാണ് ഇവിടെ ഇമ്പൾസസ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്ലോ ചാർട്ടിൽ ആദ്യം നാം സൂചിപ്പിക്കേണ്ടത് SA നോഡ്. SA നോഡ്, then AV node. From AV node, impulses will go to the AV bundle, and from AV bundle to bundle of His. Bundle branches and Purkinje fibers together we call it as bundle of His. So here that is the sequence of nodal tissues, or that is the sequence of conducting system of human heart. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, ഇതിന്റെ പൊസിഷൻ എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. SA നോഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇറ്റ് ഈസ് ഓൺ ദ അപ്പർ ലാറ്ററൽ വാൾ ഓഫ് ദ റൈറ്റ് ആട്രിയം, ആൻഡ് AV നോഡ് ഇറ്റ് ഈസ് ഓൺ ദ ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ റൈറ്റ് ആട്രിയം. അപ്പോൾ ആ രീതിയിൽ SA നോഡ്, AV നോഡ് അതിൻ്റെ പൊസിഷൻ ചിലപ്പോൾ ചോദിക്കും, അതും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ തൽക്കാലം ഈ സീക്വൻസ് മാത്രം എഴുതിയാൽ മതി. അടുത്തതായി, വിച്ച് ഈസ് ദ പേസ് മേക്കർ ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട്. യു നോ, ഹ്യൂമൻ ഹാർട്ട് ഈസ് ഹാവിംഗ് എ നാച്ചുറൽ പേസ് മേക്കർ, ആൻഡ് ദാറ്റ് ഈസ് SA നോഡ്. SA node is the natural pacemaker of human heart. Yes, we move to our next question. Diagrammatic representation of the standard ECG is given. അപ്പോൾ ECG യുടെ ഒരു representation, ഒരു graphical representation ഇവിടെ കൊടുത്തിരിക്കുന്നു. Expand ECG. ECG എങ്ങനെ നമുക്ക് expand ചെയ്യാൻ പറ്റും? That is the graphical representation of cardiac impulses generated by the heart muscles. Then what is electrocardiograph? Electrocardiograph എന്ന് കൊടുക്കുമ്പോൾ that is the name of the device used for recording cardiac impulses. Now what does PT waves represent? ഇവിടെ പല വേവ്സ് ഉണ്ട് അല്ലേ? P വേവ് ഉണ്ട്, QRS കോംപ്ലക്സ് കാണാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് T വേവും കാണാൻ പറ്റും. ഇതെല്ലാം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ P wave represents atrial depolarization. P wave represents atrial depolarization. What about the T wave? T wave represents ventricular repolarization. T wave represents ventricular repolarization. Then mention the clinical significance of ECG. ECG അതിന്റെ clinical significance എന്താണ്? ECG എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? To know about the working of the human heart, whether there is a defect in the heart valves or whether there is a defect in the pumping of blood. അതറിയാൻ വേണ്ടിയാണ് ECG റെക്കോർഡ് ചെയ്യുന്നത്. The number of QRS complexes per minute, it will indicate the heart rate of the person. എത്ര QRS complexes ഉണ്ട് ഒരു മിനിറ്റിൽ എന്ന് നമ്മൾ കണ്ടെത്തിയാൽ അതായിരിക്കും ആ വ്യക്തിയുടെ ഹാർട്ട് റേറ്റ്. അപ്പോൾ അതൊക്കെയാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആയി നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. The person with AB group is called universal recipient. Give reason. എന്തുകൊണ്ടാണ് AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയി കണക്കാക്കുന്നത്? നിങ്ങൾക്കറിയാം AB ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ A ആന്റിജനും ഉണ്ട്, B ആന്റിജനും ഉണ്ട്. അപ്പോൾ A ആന്റിജനും B ആന്റിജനും ഉണ്ട് എന്നത് മാത്രമല്ല, അവിടെ പ്ലാസ്മയിൽ there are no antibodies. Antibodies are absent in the AB group person. അപ്പോൾ അതുകൊണ്ട് AB ഗ്രൂപ്പ് it can receive blood from any other person. അപ്പോൾ രണ്ട് ആന്റിബോഡീസും ആബ്സെന്റ് ആണ് പ്ലാസ്മയിൽ. അതുകൊണ്ടാണ് AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയി പരിഗണിക്കുന്നത്. അടുത്തതായി, ലിസ്റ്റ് എനി 2 disorders associated with the human circulatory system. Disorders നിങ്ങൾ പലതും പഠിക്കുന്നു അല്ലേ? സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് hypertension, coronary heart diseases like atherosclerosis or arteriosclerosis, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതാവുന്നതാണ്. Okay, now we move to our next question. Copy the table and fill in the gap with appropriate words. ഇവിടെ ബ്ലഡ് സെൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്ലഡ് സെൽസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ WBCസിന്റെ ഒരു ഫ്ലോ ചാർട്ടാണിത് അല്ലേ? WBCs or leukocytes. ഇവിടെ A എന്നുള്ളിടത്ത് എന്ത് എഴുതാം? Leukocytes. Leukocytes can be classified into granulocytes and agranulocytes.
Granulocytes are having granulated cytoplasm and they are neutrophils, basophils, eosinophils ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഫാഗോസൈറ്റിക് ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ന്യൂട്രോഫിൽ എന്ന് എഴുതണം. ഇവിടെ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അലർജിക് റിയാക്ഷൻസിന് ഇൻവോൾവ് ആകുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈസനോഫിൽ ആൻഡ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഫോർ ബേസോഫിൽ. അപ്പോൾ ഇവിടെ ബേസോഫിൽ ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ബേസോഫിൽ എന്ന് എഴുതാം. Basophil involved in inflammatory reactions. Then what about egg granulocytes? Egg granulocytes are lymphocytes and monocytes. Lymphocytes and monocytes, of them, lymphocytes are involved in immune responses. Lymphocytes are involved in immune responses. So, അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം വളരെ ഈസിയായി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നാം കടക്കുന്നു. We have the next question on the screen. Yes, here is our question. In the medical record of a patient, the blood pressure noted was 140/90 millimeters of mercury. What does this indicate? Idenda indicate cheynathu? This indicates hypertension. Aa vyaktike hypertension undenna namukku parayan pettuka. Okay, high blood pressure, you know, it will affect the 3 vital organs. What are they? Heart, brain, kidney. So these are the 3 vital organs affected by hypertension or high blood pressure. Now we have a diagram here. Question: longitudinal section of the human heart showing internal structure is given and you have to observe the diagram and you have to answer the questions. Labeled parts A, B, C, R. A, B, C in the label ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? Here labeled as A will be the aorta. A എന്ന് ലാബിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? അയോർട്ടയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Then labeled as B will be semilunar valve. Semilunar valve ആണ് B എന്ന് ലാബിൽ ചെയ്തിരിക്കുന്നത്. And labeled as C എന്ന് ലാബിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? That will be the left ventricle. Left ventricle ആണ് അവിടെ C എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ട്, പൾമണറി സർക്കുലേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സർക്കുലേഷൻ ടുവേർഡ്സ് ദ lungs for purification of the blood, and for tissues the circulation is called the systemic circulation. അവിടെ നിങ്ങൾ എല്ലാം ലേബൽ ചെയ്യണം കേട്ടോ. അവിടെ പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, അത് പൾമണറി സർക്കുലേഷനിൽ നിങ്ങൾ ലേബൽ ചെയ്യണം. അതുപോലെ തന്നെ സിസ്റ്റമിക് സർക്കുലേഷൻ ആകുമ്പോൾ സിസ്റ്റമിക് ആർട്ടറി, സിസ്റ്റമിക് വെയിൻ അതെല്ലാം റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ ഒരു നല്ല ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നാം കടക്കുന്നു. We have the next question on the screen. It is about blood coagulation. Blood coagulation is the mechanism which prevent excessive loss of blood. അത് ശരിയാണ് അല്ലേ? ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഐഡന്റിഫൈ ദ എൻസൈം ദാറ്റ് ഹെൽപ്പ് ഇൻ കൺവേർഷൻ ഓഫ് ദ ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ. ഇനാക്റ്റീവ് ഫൈബ്രിനോജനെ ആക്റ്റീവ് ഫൈബ്രിനായി കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ത്രോംബിൻ. ത്രോംബിൻ will convert fibrinogen to fibrin threads. Mention the role of thrombokinase or thromboplastins. Once they are released from the ruptured platelets, they can convert prothrombin into thrombin. അതായത് ത്രോംബിൻ്റെ ആക്ടിവേഷൻ ആവശ്യമാണ് ഈ thrombokinase or thromboplastins that are released from ruptured platelets. Then which ion is necessary for blood clotting? Blood clotting in ആവശ്യം calcium ions ആണ്. Calcium ions are necessary not only for the activation of the thrombin but also for the action of the thrombin. Activation of thrombin എന്ന് പറയുമ്പോൾ prothrombin to thrombin conversion ആണ് activation of the thrombin. Action of thrombin എന്ന് പറയുമ്പോൾ its action is conversion of the fibrinogen into fibrin threads. Okay, now we have the next question on the screen. Yes, classify the following terms under 2 suitable headings. 2 suitable headings കൊടുത്ത് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ബ്ലഡ് സെൽസ് ആണ്. നിങ്ങൾക്കറിയാം ഇത്തരത്തിലെ WBCs കൊടുക്കുമ്പോൾ നിശ്ചയമായും അവയെ എഗ് ഗ്രാനുലോസൈറ്റ്സും ഗ്രാനുലോസൈറ്റ്സുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതൊക്കെയാണ്? ഗ്രാനുലോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ഈസനോഫിൽസ്, basophils ഇവിടെയില്ല. ഓക്കെ, അപ്പോൾ ന്യൂട്രോഫിൽസ്, ഈസനോഫിൽസ് they are granulocytes, monocytes and lymphocytes they are egg granulocytes.
സോ അങ്ങനെ നിങ്ങൾക്ക് WBCs ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ എല്ലാ ബ്ലഡ് സെൽസിൻ്റെയും ഫംഗ്ഷനും പഠിക്കാൻ മറക്കരുത്. ഓക്കെ, നൗ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. Sinoatrial node is called the pacemaker of the human heart. Is it correct? Yes. We have to justify the statement. അപ്പോൾ നമ്മൾ എന്ത് പറയണം? This statement is correct. Or I agree with the statement. Then define the cardiac cycle and cardiac output. എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക? Cardiac cycle, it is a sequence of events beginning from one heartbeat to beginning of the next heartbeat. ഒരു ഹാർട്ട് ബീറ്റിൽ തുടങ്ങി അടുത്ത ഹാർട്ട് ബീറ്റിൽ അവസാനിക്കുന്നത് വരെയുള്ള ആ സീക്വൻസ് ഓഫ് ഇവൻസിനെയാണ് നാം കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട്? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ബ്ലഡ് പമ്പ്ഡ് ബൈ ദ ഹാർട്ട് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് വോളിയത്തെയാണ് നാം കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. Cardiac output. Then what is stroke volume? Stroke volume, it is the volume of blood pumped by each ventricle as a result of ventricular systole. So as a result of ventricular systole, the volume of blood pumped by each ventricle, that is called stroke volume. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻസ് പഠിക്കണം, മാത്രമല്ല റിലേഷൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഴ്സൺ, അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഴ്സൺ ഈസ് കോൾഡ് കാർഡിയാക് ഔട്ട്പുട്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നാം കടക്കുന്നു. The sequential events in the heart which are cyclically repeated, that is called cardiac cycle. Yes. Then what are the phases in cardiac cycle? Cardiac cycle ile different phases ഏതൊക്കെയാണ്? പലപ്പോഴും ടെക്സ്റ്റ് ബുക്സിൽ സ്റ്റാർട്ട് ചെയ്യുക ഒരു ജോയിന്റ് ഡയസ്റ്റോളിൽ നിന്നാണ്. അങ്ങനെയും വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. എന്ത് തന്നെയായാലും സൈക്ലിക് ഇവൻറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ആട്രിയൽ സിസ്റ്റോളിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആട്രിയൽ സിസ്റ്റോൾ, then ventricular systole, then there is joint diastole. So these are the three basic events in cardiac cycle. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ഇവൻറ്റ്സ് നിങ്ങൾ പഠിച്ചു കാണും. എന്തായാലും ഓവർലാപ്പ് ചെയ്യാതെ നടക്കുന്ന ഇവൻറ്റ്സ് പ്രധാനമായും ആട്രിയൽ സിസ്റ്റോൾ, ventricular systole and joint diastole. ഇത് മൂന്നും ഓവർലാപ്പ് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാം ആട്രിയൽ സിസ്റ്റോൾ വിൽ ബി 0.1 seconds, ventricular systole will be 0.3 seconds and joint diastole will be 0.4. So altogether it will be 0.8 seconds for the cardiac cycle. Next one, why we call the human heart myogenic? എന്തുകൊണ്ടാണ് ഹ്യൂമൻ ഹാർട്ടിനെ മയോജനിക് എന്ന് വിളിക്കുന്നത്? Human heart is called myogenic because the specialized muscle fibers are involved here in the muscle contraction or in the working of the heart. Specialized muscle fibers are initiating the impulse for contraction. The initiation of the impulse for contraction is from specialized muscle fibers. അതുകൊണ്ടാണ് ഹ്യൂമൻ ഹാർട്ടിനെ മയോജനിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നെർവ് ഫൈബേഴ്സ് എന്നാണ് ഇനീഷ്യേഷൻ വരുന്നതെങ്കിൽ അപ്പോൾ ന്യൂറോജനിക് ഹാർട്ട് എന്ന് പറഞ്ഞേനെ. അത് മറ്റു പല ആനിമൽ ഗ്രൂപ്പ്സിലും അങ്ങനെയാണ്. പക്ഷേ in the case of vertebrates the heart is myogenic. Then what is the role of SAN? Sinoatrial node ന്റെ റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു sinoatrial node, that is the pacemaker. It is a natural pacemaker of the human heart. Now we have the next question on the screen. It is the question from excretory products and their elimination. You have to fill the gap in this diagram. നിങ്ങൾക്കറിയാം ഈ ഡയഗ്രാം എന്തിൻ്റെയാണ്? JGA mechanism, juxtaglomerular apparatus mechanism. ഇത് വളരെ നന്നായി നിങ്ങൾ പഠിക്കണം. ഇതിലെ ഈ ഫ്ലോ ചാർട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ എന്താണ് ഇവിടെ ലാബിൽ ചെയ്തിരിക്കുന്നത്? ഇവിടെ ലാബിൽ ചെയ്തിരിക്കുന്ന ആ ഒരു A എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് റെനിൻ, RENIN. So JG cells, they release renin whenever there is a low GFR. എപ്പോഴാണ് renin റിലീസ് ചെയ്യുന്നത്? Whenever there is a low GFR. Glomerular filtration rate, നോർമൽ വാല്യൂ നിങ്ങൾക്കറിയാം 125 ml per minute ആണ്. പക്ഷേ 125 ml per minute എന്ന ഈ നോർമൽ GFR വാല്യൂ അത് കുറഞ്ഞാൽ അപ്പോൾ JG സെൽസ് റിലീസ് ചെയ്യുന്നതാണ് റെനിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ റെനിൻ എന്ന് എഴുതിയാൽ മാത്രം മതി. അടുത്തത് ഇല്ലസ്ട്രേറ്റ് ദ ബ്ലഡ് വോളിയം. ഇല്ലസ്ട്രേറ്റ് ഹൗ ദ ബ്ലഡ് വോളിയം ഈസ് റെഗുലേറ്റഡ് ബൈ ദിസ് സിസ്റ്റം. ഈ സിസ്റ്റം എങ്ങനെയാണ് ബ്ലഡ് വോളിയം റെഗുലേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം GFR കുറയുമ്പോൾ അവിടെ
ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കാനായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബ്ലഡ് വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ GFR ഇൻക്രീസ് ചെയ്യിക്കുന്നത്, അതിൻ്റെ നോർമൽ വാല്യൂയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആൻജിയോടെൻസിൻ ഇറ്റ് വിൽ കൺസ്ട്രിക്ട് ദ ആർട്ടീരിയോൾസ്. ആൻജിയോടെൻസിൻ ഇറ്റ് വിൽ കൺസ്ട്രിക്ട് ദ ആർട്ടീരിയോൾസ് ആൻഡ് ഓൾസോ ആൻജിയോടെൻസിൻ ഇറ്റ് വിൽ ആക്ട് ഓൺ ദ അഡ്രിനൽ ഗ്ലാൻഡ്. അപ്പോഴാണ് അഡ്രിനൽ ഗ്ലാൻഡ് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നത്. Adrenal gland എന്താ റിലീസ് ചെയ്യുന്നത്? ആൽഡോസ്റ്റിറോൺ. And what is the role of this aldosterone? Aldosterone, it will cause increased reabsorption of sodium and water. Sodium and water will be reabsorbed more and more, and as a result the blood volume increases. So when blood volume increases, blood pressure also increases. When blood pressure increases, the GFR also increases. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് JGA അപ്പാരറ്റസ് അല്ലെങ്കിൽ JGA മെക്കാനിസം വർക്ക് ചെയ്യുന്നത് GFR ലോ ആകുമ്പോഴാണ്. അത് നോർമൽ വാല്യൂയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മെക്കാനിസം. Now we have the next question on the screen. Prepare a matching pair from the animals with corresponding to their excretory organ. അപ്പോൾ ആനിമലിനെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് മാച്ച് ചെയ്ത് മാച്ചിങ് പെയർസ് നമ്മൾ കണ്ടെത്തണം. നോക്കൂ, ഇവിടെ രണ്ട് മാച്ചിങ് പെയർസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. പ്രോൺ യു ക്യാൻ മാച്ച് വിത്ത് ആൻറ്റിനൽ ഗ്ലാൻഡ്സ്. പ്രോണിന് ആൻറ്റിനൽ ഗ്ലാൻഡ്സ് ആണ് എക്സ്ക്രീറ്ററി ഓർഗൻ. ഓക്കെ, ആൻറ്റിനൽ ഗ്ലാൻഡ്സ് ഓർ ഗ്രീൻ ഗ്ലാൻഡ്സ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ദ കേസ് ഓഫ് പ്രോൺ. കോക്രോച്ചിന് മാൽപിജിയൻ ട്യൂബ്യൂൾ ആണ്, പക്ഷെ അതിവിടെ കാണാനില്ല. ഓക്കെ, അപ്പോൾ മാച്ചിങ് പെയർ ഇല്ല. Now what about earthworm? Earthworm is having nephridia as excretory organ. So here you can match earthworm with a nephridia. So that's it. So we have two matching pairs selected from the table. Now we have the next question on the screen. Classify the following animals on the basis of the mode of nitrogenous waste excretion. നിങ്ങൾക്കറിയാം 3 മോഡ് ഓഫ് എക്സ്ക്രീഷൻ ആണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ? അതേതൊക്കെയാണ്? അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായി ഏതോ ആനിമൽ ഗ്രൂപ്പിനാണ് ഏത് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ എന്ന് വ്യക്തമായി പഠിക്കണം. അതായത് അമോണോടെലിക് ആനിമൽസ് ഏതൊക്കെയാണ്, യൂറിയോടെലിക് ആനിമൽസ് ഏതൊക്കെയാണ്, യൂറിക്കോടെലിക് ആനിമൽസ് ഏതെല്ലാമാണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കണം. ഫിഷസ് പൊതുവേ ഇപ്പോൾ ബോണി ഫിഷസ് നോക്കുകയാണെങ്കിൽ ദേ ആർ അമോണോടെലിക് ആണ്. പക്ഷേ ഓർക്കുക, കാർട്ടിലേജിനസ് ഫിഷസ് ആണെങ്കിൽ യൂറിയോടെലിക് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബോണി ഫിഷസ് യു ക്യാൻ റൈറ്റ് ഹിയർ അണ്ടർ അമോണോടെലിക് ഓർ അമോണോടെലിസം. ഇനി വേറെ ആരെങ്കിലും നമുക്ക് എടുത്തെഴുതാൻ പറ്റുമോ? അക്വാറ്റിക് ആംഫിബിയൻസ് ദേ ആർ ഓൾസോ അമോണോടെലിക്. ഓക്കെ, അപ്പോൾ രണ്ടുപേരെ നമുക്ക് അവിടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. Now we have യൂറിയോടെലിസം. യൂറിയോടെലിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യെസ്, mammals, terrestrial amphibians. Mammals and terrestrial amphibians you can write under യൂറിയോടെലിസം. Now cartilaginous fishes ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എഴുതാമായിരുന്നു, പക്ഷെ അത് ഇവിടെ ഇല്ല. അടുത്തത് യൂറിക്കോടെലിക്. യൂറിക്കോടെലിസം കണ്ടുവരുന്നത് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസിലാണ്. അപ്പോൾ ബേർഡ്സ് ഇവിടെയുണ്ട്, അപ്പോൾ റെപ്റ്റൈൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ യൂറിക്കോടെലിക്, ബേർഡ്സ്. സോ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യെസ്, give one word for the following. Presence of glucose in urine is called glycosuria. Glucose in urine is called glycosuria. Then presence of ketone bodies in urine. യൂറിനിലെ ketone bodies കണ്ടുവരുമ്പോൾ നമ്മൾ അതിന് എന്താ പേര് വിളിക്കാം? Ketonuria. That is called ketonuria. Then we have another question. Which human disorder is having the above mentioned two symptoms? ഈ രണ്ട് സിംറ്റംസ് ഉള്ള ഡിസോർഡർ ഏതാണെന്നാണ്, ഹ്യൂമൻ ഡിസോർഡർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഡയബറ്റിസ്. ഡയബറ്റിസ് മെലിറ്റസ് ഈസ് ഹാവിങ് ഗ്ലൈക്കോസ്യൂറിയ ആൻഡ് ഓൾസോ ketonuria. Glycosuria, ketonuria, these are the two symptoms associated with diabetes mellitus. So we have the next question on the screen. Choose the given diagram. Observe the given diagram of Malpighian body or renal corpuscle and you have to answer the following. Identify A and B. ഇവിടെ A എന്ന ലാബിൽ ഇരിക്കുന്നത് എന്താണ്? A എന്ന ലാബിൽ ഇരിക്കുന്നത് അഫറന്റ് ആർട്ടീരിയോൾ ആണ്. അഫറന്റ് ആർട്ടീരിയോൾ. ഈ പോർഷൻ ശരിക്ക് ഇഫറന്റ് ആർട്ടീരിയോൾ ആണ് അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം ഇത് അഫറന്റ് ആർട്ടീരിയോൾ ആണ്. അപ്പോൾ A is afferent arteriole. What about B here? ഈ capsule പോർഷനെയാണ് പറയുക Bowman's capsule. So that cup like structure is called Bowman's capsule.
So it's clear. Now specify the functions of proximal convoluted tubule in urine formation. Urine formation le pradhanamaayum reabsorption aanu proximal convoluted tubule inde function. Ningala text book il ninnu valare nalla reethiyil adinte functions padikka. Reabsorption endinte ellam reabsorption endinte ellam secretion aanu ee proximal convoluted tubule naduthunnathennu valare vyaktamayi text book il kodutittunde. Nannayi ningal padichu oringuka. Okay, we have the next question on the screen. Complete the following sentences. Reabsorption of water from DCT is facilitated by which hormone? That is done by vasopressin or ADH. So vasopressin or ADH that is involved in reabsorption of water from DCT. Now we have another question, another sentence here. The kidney failure can cause a bone disorder. ഏത് ബോൺ ഡിസോർഡർ ആണ് കിഡ്നി ഫെയിലിയർ കാരണം ഉണ്ടാകുന്നത്? നമുക്കറിയാം ഗൗട്ടി ആർത്രൈറ്റിസ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ, അതൊരു ബോൺ ഡിസോർഡർ ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഡെപ്പോസിഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇൻ ജോയിൻസ്. അപ്പോൾ ജോയിൻസിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് വരുന്ന ഒരു ബോൺ ഡിസോർഡർ ആണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ്. അപ്പോൾ തീർച്ചയായും അതൊരു കിഡ്നി ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആണ് ഒരു ബോൺ ഡിസോർഡറിലേക്ക് ലീഡ് ചെയ്യുന്നത്. Okay, now we have angiotensin to activate adrenal cortex to release aldosterone. Aldosterone ആണ് റിലീസ് ചെയ്യുക അല്ലേ? Angiotensin 2, it will activate adrenal cortex to release aldosterone. Now we have the last one. In the case of kidney failure, urea can be removed by a process called hemodialysis. So hemodialysis, that is a process by which urea can be removed by the use of an artificial kidney. So that's it. So we have the next question on the screen. The functioning of the kidney is efficiently monitored and regulated by heart to a certain extent. വളരെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം human heart, you know, it is having ANF, it is releasing ANF, atrial natriuretic factor. So whenever there is an increase in the blood pressure, or whenever there is an increase in the GFR as a result of it, there will be release of ANF or atrial natriuretic factor from heart. So atrial natriuretic factor, it will decrease the blood pressure and thereby it will decrease the GFR. So do you agree with the statement? Yes. അപ്പോൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയി എഴുതിയാൽ മതി. ഓക്കെ, സോ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് നെഫ്രോൺ ഈസ് ഗിവൺ ബിലോ. നെഫ്രോണിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുകയാണ്. നമ്മളോട് ലേബൽ ചെയ്ത് പോർഷൻസ് ചോദിക്കുകയാണ്. ഏതെല്ലാം ലേബിൾഡ് പോർഷൻസാണ് ചോദിക്കുന്നത്? എക്സ് ആൻഡ് വൈ. എക്സ് ഹിയർ it is a Bowman's capsule, and what about the Y here? Y here, that is the collecting duct. Y എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത് കളക്റ്റിംഗ് ഡക്റ്റ് ആണ്. ഓക്കെ, ഇനി എക്സ് എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത് അത് ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. Which part or parts of nephron constitute the Malpighian body? You know, Malpighian body is composed of two portions. It is having the Bowman's capsule and the glomerulus. Bowman's capsule glomerulus ഒരുമിച്ച് അതിനെ പറയുന്ന പേരാണ് Malpighian body എന്ന്. Okay, now we have the next question. On a hot day, would you expect your level of ADH in blood to be high or low? Explain. അതായത് ഒരു ഹോട്ട് ഡേ ആണെങ്കിൽ നമ്മുടെ ADH കൂടുകയോ കുറയോ എന്നാണ് ചോദിക്കുന്നത്. നിശ്ചയമായിട്ടും കൂടുതലായിട്ട് ADH റിലീസ് ചെയ്യും. എന്താ കാരണം? You know, due to dehydration, I repeat, in a hot day, there will be dehydration or loss of water from the body. As a result of it, the plasma osmolarity will be high. അപ്പോൾ ജലാംശം നഷ്ടപ്പെട്ടാൽ പ്ലാസ്മ ഓസ്മോളാരിറ്റി കൂടും. പ്ലാസ്മയുടെ ഓസ്മോളാരിറ്റി കൂടിയാൽ അപ്പോൾ നിശ്ചയമായിട്ടും ADH ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യും. അപ്പോൾ ADH റിലീസ് ചെയ്യും എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, ഇനി ADH വന്നാൽ എന്താ ചെയ്യുക? ADH causes increased reabsorption of water from distal segments of the nephron. So from distal segments of the nephron like DCT, collecting duct, അവിടെ നിന്നെല്ലാം കൂടുതലായി വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ADH.
അപ്പോൾ വാട്ടർ റീഅബ്സോർബ് ചെയ്യാനായിട്ട് ആ ഡിസ്റ്റൽ പോർഷൻസ് ഓഫ് ട്യൂബ്യൂൾസിനെ സജ്ജമാക്കുന്ന ഒരു ഹോർമോണാണ് ADH അഥവാ വാസോപ്രസിൻ. So we have the next question on the screen. Find out the suitable term from the box given related with the disorder. Okay, so ഓരോന്നും ഓരോ ഡിസോർഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഡിസോർഡർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഹൗ യു ക്യാൻ ഐഡന്റിഫൈ? നോക്കൂ, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് ഈസ് കോൾഡ്. യൂറിയ അക്യുമുലേഷൻ ബ്ലഡിൽ വരുമ്പോൾ അതിനെയാണ് നാം പറയുന്നത് യുറീമിയ. യൂറിയ അക്യുമുലേറ്റഡ് ഇൻ ബ്ലഡ് ഈസ് കോൾഡ് യുറീമിയ. Now we have another one, insoluble mass of crystallized salts in kidney, that is called renal calculi. Renal calculi. Then surgical method for correction of the renal failure, that is called kidney transplantation. അപ്പോൾ സർജിക്കൽ ആയിട്ടുള്ള മെത്തേഡ് ഒരു റീനൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് സർജിക്കൽ മെത്തേഡ് ഫോർ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ. വി ഹാവ് അനദർ വൺ, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസ് ഓഫ് കിഡ്നി. ദർ വിൽ ബി an infection to the glomerular region of the renal tubule, then you call it as the glomerulonephritis. So glomerulonephritis is caused by inflammation of the glomeruli of kidney. Glomerulonephritis. അപ്പോൾ ആ ടേംസ് നിങ്ങൾക്ക് ഇവിടെ എഴുതിയാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. Name of the bones of appendicular skeleton given below. Okay, you have to identify the bonds associated with leg as well as the bonds associated with hand. അപ്പോൾ ഇവിടെ ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ് അത് തിരിച്ചറിയാനായിരിക്കും പലപ്പോഴും ചോദിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇത് ഹൈൻഡ് ലിംബിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഹാവ് ടു ചൂസ് ടിബിയ, പെറ്റേല, അവയാണ് ഹൈൻഡ് ലിംബായിട്ട് അസോസിയേറ്റഡ്. ദെൻ ഇഫ് ഇറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫോർ ലിംബ് യു ക്യാൻ ചൂസ് ദ ക്ലാവിക്കിൾ, ഹ്യൂമറസ്, ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഫോർ ലിംബ്. അപ്പോൾ ഈ രീതിയിൽ പെക്ടോറൽ ഗേർഡിലായിട്ട് അസോസിയേറ്റ് ചെയ്ത ബോൺസ് ഏതെല്ലാം, അല്ലെങ്കിൽ പെൽവിക് ഗേർഡിലായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ബോൺസ് ഏതെല്ലാം, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം കോക്സൽ ബോൺസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ പെൽവിക് ഗേർഡിൽ. 2 കോക്സൽ ബോൺസ് വിൽ ഫോം ദ പെൽവിക് ഗേർഡിൽ. പെക്ടോറൽ ഗേർഡിൽ ഈസ് ഹാവിംഗ് ക്ലാവിക്കിൾസ്, സ്കാപ്പുല. ക്ലാവിക്കിളും സ്കാപ്പുലയും ഒക്കെ ചേർന്നാണ് ഈ പെക്ടോറൽ ഗേർഡിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഫോർ ലിംബിലെ ബോൺസ് ഏതെല്ലാം, ഹൈൻഡ് ലിംബിലെ ബോൺസ് ഏതെല്ലാം, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ സെലക്ട് ദ ഓഡ് വൺ എന്ന് പറഞ്ഞ് അങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ എല്ലാ ബോൺസിൻ്റെയും ലിസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടായി പഠിക്കുന്നത് ഇവിടെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുക ഏതെല്ലാം ബോൺസ് ആണ് സ്കള്ളിലുള്ളത്, ഏതെല്ലാം ബോൺസ് ആണ് ഫേഷ്യൽ ബോൺസ്, അങ്ങനെ തരംതിരിച്ച് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായി, so here we have a set of statements given. Select the wrong statement regarding muscles from those given below and correct it. അപ്പോൾ മസിലിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിച്ചു പോകാം. ഈച്ച് മസിൽ ഫൈബർ ഈസ് ലൈൻഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് sarcolemma. That is a correct statement. Sarcolemma, that is the plasma membrane which cover the muscle fiber or myofiber. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ലൈറ്റ് ബാൻഡ്സ് ആർ കോൾഡ് എ ബാൻഡ്. അവിടെ തെറ്റി. ലൈറ്റ് ബാൻഡ്സ് അല്ല, ഡാർക്ക് ബാൻഡ്സിനെയാണ് എ ബാൻഡ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലേ? ഡാർക്ക് ബാൻഡ്സ് ആണ് എ ബാൻഡ്. ലൈറ്റ് ബാൻഡ്സിനെ ഐ ബാൻഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്, ദ പോർഷൻ ഓഫ് ദ മയോഫൈബ്രൽ ബിറ്റ്വീൻ ദ സക്സസീവ് സെഡ് ലൈൻസ് ദാറ്റ് ഈസ് കോൾഡ് സാർക്കോമിയർ. ദാറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ മസിൽ ഫൈബർ എന്ന് ചോദിച്ചാലും നമ്മുടെ ആൻസർ സാർക്കോമിയർ തന്നെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 2 സെഡ് ലൈൻസിനിടയിലുള്ള ഒരു സ്പേസ്, അതാണ് സാർക്കോമിയർ, അല്ലേ? സോ സാർക്കോമിയ വിൽ കണ്ടെയ്ൻ എ ഫുൾ എ ബാൻഡ് ആൻഡ് ഹാഫ് പോർഷൻസ് ഓഫ് അഡ്ജസൻറ്റ് ഐ ബാൻഡ്സ്, അങ്ങനെയും നമുക്ക് പറയാം. അല്ലെങ്കിൽ 2 സെഡ് ലൈൻസിനിടയിലുള്ള അകലം, അതാണ് സാർക്കോമിയർ. ഓക്കെ, ഫങ്ഷണൽ സ്ട്രക്ചറൽ യൂണിറ്റ് ഇൻ മസിൽ ഫൈബർ, ദാറ്റ് ഈസ് സ്കെൽറ്റൽ മസിൽ, ദാറ്റ് ഈസ് കോൾഡ് സാർക്കോമിയർ. അതെല്ലാം സാർക്കോമിയറിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. അടുത്തത്, മസിൽ കണ്ടെയ്ൻസ് എ റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് കോൾഡ് മയോഗ്ലോബിൻ. ദാറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ തെറ്റായ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് ബി ആണ്. അത് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യുന്നു എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ.
Certain disorders are given. You have to match them with the features. Myasthenia gravis you can match with എന്താണ് മിയാസ്തീനിയ ഗ്രേവിസ് മാച്ച് ചെയ്യാൻ പറ്റുക? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. മിയാസ്തീനിയ ഗ്രേവിസ് ദാറ്റ് ഈസ് ആൻ autoimmune disorder. Okay, then what about tetany? Tetany is caused by low calcium in blood. Low calcium in blood, that is the reason for tetany, muscle tetany. Then muscular dystrophy, it is caused by a genetic disorder. Muscular dystrophy ഒരു dystrophin gene തന്നെ ഉണ്ട് അല്ലേ? അതാണ് നിങ്ങൾക്കറിയാം ഏറ്റവും ലോങ്സ്റ്റ് ജീൻ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ എന്തായാലും 1.4 കിലോ ബേസ് പേസ് ഒക്കെയുള്ള ഡിസ്ട്രോഫിൻ ജീനെ കുറിച്ചെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മസ്കുലർ ഡിസ്ട്രോഫി ഒരു ജനറ്റിക് ഡിസോർഡർ തന്നെയാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The major steps of muscle contraction is given and you have to correct them. You have to arrange them in the correct sequence, correct order ലേക്ക് നമുക്ക് അവയെ മാറ്റിക്കൊണ്ടുവരണം. നിങ്ങൾക്കറിയാം ഒരു സിഗ്നൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇവിടെ മോട്ടോർ എൻഡ് പ്ലേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ അസിറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. അതിനുശേഷമാണ് അവിടെ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് സീക്വൻസിലേക്ക് മസിൽ കോൺട്രാക്ഷൻ്റെ കറക്റ്റ് സീക്വൻസിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും? ആദ്യം ബി എന്ന് കൊടുക്കാം അല്ലേ? എ സിഗ്നൽ സെൻഡ് ഔട്ട് ബൈ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, ദെൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ് അസിറ്റൈൽ കോളിനോ മറ്റോ അവിടെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ബി കഴിഞ്ഞാൽ ഡി ആണ്. ഇനി അതിനുശേഷം എന്താ സംഭവിക്കുക? റിലീസ് ഓഫ് കാൽസ്യം ഇൻ ടു സാർക്കോപ്ലാസം. അതായത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽസ്യം അയോൺസ് എല്ലാം സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷമാണ് കാൽസ്യം ട്രോപ്പോണിനായിട്ട് ബൈൻഡ് ചെയ്യുക. സോ കാൽസ്യം വിൽ ബൈൻഡ് വിത്ത് ട്രോപ്പോണിൻ. അപ്പോഴാണ് അവിടെ എക്സ്പോസ്ഡ് ആകുക. ആക്റ്റീവ് സൈറ്റ്സ് ആർ എക്സ്പോസ്ഡ്. അപ്പോൾ ഇറ്റ് വിൽ റിമൂവ് ദ മാസ്ക് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ ബൈൻഡിങ് മയോസിൻ. അപ്പോൾ ആക്റ്റിനിലുള്ള ആക്റ്റീവ് സൈറ്റ്സ് എല്ലാം എക്സ്പോസ്ഡ് ആകുന്ന ഫൈനൽ സ്റ്റെപ്പാണ് ഇവിടെ ആദ്യം കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ഓർഡറിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് സീക്വൻസ് ഇവിടെ വരുന്നത് BDECA. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ്. ഓക്കെ, നൗ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ, ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഇവിടെ എയും ബിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ ആണ് ആക്റ്റിൻ അല്ലേ? അപ്പോൾ ഇത് ആക്റ്റിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദിസ് വൺ ബി? അത് മീറോമയോസിൻ ആണ്, അല്ലെങ്കിൽ മയോസിൻ മോണോമർ ആണ്. മയോസിൻ മോണോമർ ആണ് ഇവിടെ ബി എന്ന് ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? നെയിം ദ സബ് യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് ബി. എയുടെ സബ് യൂണിറ്റ്, അതായത് ആക്റ്റിൻ്റെ സബ് യൂണിറ്റുകൾ നമ്മളിവിടെ പറയണം. അതുപോലെ മയോസിൻ മോണോമറിൻ്റെ സബ് യൂണിറ്റുകൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയാം ആക്റ്റിൻ്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതെല്ലാമാണ്? ആക്റ്റിൻ ഈസ് ഹാവിങ് ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ, എഫ് ആക്റ്റിൻ. അപ്പോൾ എഫ് ആക്റ്റിൻ, ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ അതെല്ലാമാണ് ആക്റ്റിൻ്റെ സബ് യൂണിറ്റ്സ്. എന്നാൽ മയോസിൻ മോണോമറിൻ്റെ സബ് യൂണിറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താക്കിയാണ് എഴുതുക? യെസ്, HMM, LMM, ഹെവി മ്യൂറോമയോസിൻ ആൻഡ് ലൈറ്റ് മ്യൂറോമയോസിൻ. HMM and LMM. Okay, now we have the next question on the screen. Which among the following represent a contracted state എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതായത് രണ്ട് കണ്ടീഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ ഒരു കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിൽ വരുന്നത്? അതായത് നിങ്ങൾക്കറിയാം സ്ലൈഡിങ് ഓഫ് ഫിലമെൻറ്റ്സ് ആണ് മസിൽ കോൺട്രാക്ഷൻ്റെ മെയിൻ ഐഡിയ. അപ്പോൾ നിങ്ങൾക്കറിയാം തിൻ ഫിലമെൻറ്റ്സ് ദേ സ്ലൈഡ് ഓവർ ദ തിക്ക് ഫിലമെൻറ്റ്സ്. I repeat, the thin filaments or actin filaments they slide over the thick filaments or myosin filaments. അത് അങ്ങനെയാണ് മസിൽ കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് പിക്ചറിലുണ്ട് നോക്കുമ്പോൾ അതിൽ രണ്ടിലും ആക്റ്റിനും മയോസിനും ഉണ്ട്. പക്ഷേ ശരിക്ക് ആക്റ്റിൻ മയോസിൻ്റെ ഉള്ളിലേക്ക് അടുത്ത് ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറായി വന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് കോൺട്രാക്റ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ 2 ആണ് കോൺട്രാക്റ്റഡ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് നമ്മൾ ആൻസർ ചെയ്തു. ഇതാണ് കോൺട്രാക്റ്റഡ് കണ്ടീഷൻ. നെയിം ദ പാർട്ട് ലാബിൾഡ് ABC. ABC എന്നൊക്കെ ലാബിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? അപ്പോൾ A എന്ന് പറയുമ്പോൾ അത് ആക്റ്റിൻ ആണ്. ദിസ് ഈസ് ആക്റ്റിൻ. A is actin. Then we have the B here. B is H zone. B എന്ന ലാബിൽ ചെയ്തിരിക്കുന്ന H zone ആണ്. അതൊരു സോൺ ആണ്. അതായത് it is a region within the A band where thick filaments are not overlapped by thin filaments. So it is a region within the A band where
thick filaments are not overlapped by the thin filaments. അതാണ് H zone. അപ്പോൾ B എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത് H zone ആണ്. ഇനി C എന്ന ലാബിൽ ചെയ്തിരിക്കുന്നത് yes, that is myosin. Myosin ആണ് അവിടെ C എന്ന ലേബലിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നാം കടക്കുന്നു. റെഡ് മസിൽസിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. റെഡ് മസിൽ ഫൈബേഴ്സ് ഹാവ് എ ഗ്രേറ്റർ കപ്പാസിറ്റി ടു ഡു വർക്ക് ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്, whereas the white muscles they suffer fatigue and they can work only for a shorter period. Evaluate the statement. ഈ സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിഫറൻസസ് പഠിക്കുക, ഡിഫറൻസസ് എഴുതുകയാണ് വേണ്ടത്. അതായത് റെഡ് മസിൽ ഫൈബേഴ്സ് ദേ ഹാവ് മോർ മയോഗ്ലോബിൻ ആൻഡ് സാർക്കോസോംസ്. എന്നാൽ വൈറ്റ് ഫൈബേഴ്സ് ആണെങ്കിലോ വൈറ്റ് ഫൈബേഴ്സ് ഹാവ് ലോ ലെവൽ ഓഫ് മയോഗ്ലോബിൻ ആൻഡ് സാർക്കോസോംസ്. അപ്പോൾ റെഡ് മസിൽസ് എങ്ങനെയാണ്? ഈ മയോഗ്ലോബിനും സാർക്കോസോംസും കൂടുതലുള്ളത് കൊണ്ട് ദേ ക്യാൻ വർക്ക് എയറോബിക്കലി. പക്ഷേ എൻഎയറോബിക് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് വൈറ്റ് മസിൽസ് ചെയ്യുക. വൈറ്റ് മസിൽസ് ദേ വർക്ക് എൻഎയറോബിക്കലി. ഇപ്പോൾ എൻഎയറോബിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അന്നേരം വൈറ്റ് മസിൽസിൽ ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും. ആ ലാക്റ്റിക് ആസിഡ് റിമൂവ് ചെയ്യുവാൻ വേണ്ടിയാണ് മസിൽസ് ഫാറ്റിഗിലേക്ക് പോകുന്നത്. മസിൽ ഫാറ്റിഗ് ഈസ് ടു റിമൂവ് ദ ലാക്റ്റിക് ആസിഡ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എൻഎയറോബിക് കോൺട്രാക്ഷൻ. Okay, so we can identify the differences between the red muscle and white muscle, and you can evaluate the statement. It's very easy. Okay, now we have the next question on the screen. The important finding in the case sheet of two patients A and B. രണ്ട് പേഷ്യൻസിന്റെ കാര്യവിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേഷ്യന്റ് എ ഉണ്ട്, പേഷ്യന്റ് ബി ഉണ്ട്. പേഷ്യന്റ് എ is suffering from inflammation of the joint due to accumulation of uric acid. അപ്പോൾ തന്നെ നമുക്കറിയാം ഏതാ ഡിസോർഡർ? യെസ്, ഗൗട്ടി ആർത്രൈറ്റിസ്. ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനിലാണ് ജോയിൻസിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പെയിൻഫുൾ ജോയിൻസ് ആയി മാറും. അടുത്തതായി അവിടെ പറയുന്നത് പേഷ്യന്റ് ബി ഷോസ് ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ. നിങ്ങൾക്കറിയാം ഈസ്ട്രജൻ ലെവൽ വെൻ ഇറ്റ് ലോവേഴ്സ് ഇൻ വുമൺ ദർ ഈസ് എവറി ചാൻസ് ഫോർ എ ഡിക്രീസ്ഡ് ബോൺ മാസ്. ബോൺ മാസ് കുറയും. ഈസ്ട്രജൻ കുറഞ്ഞാൽ അവിടെ ഓസ്റ്റിയോപൊറോസിസിലേക്ക് അത് ലീഡ് ചെയ്യും. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺസിനകത്ത് കാവിറ്റീസ് ഫോം ചെയ്യുന്നു. ബോൺസ് ആർ ബിക്കമിങ് ഫ്രജൈൽ ആൻഡ് ദേ ആർ ഈസി ടു ബ്രേക്ക്. ആ കണ്ടീഷനാണ് ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ രണ്ട് ഡിസീസസിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് എ ഈസ് ഹാവിങ് gouty arthritis and the patient B is having osteoporosis. Now we have another question on the screen. In zoology practical class, a teacher brought a tray which contained a set of human bones. Human bones ന്റെ ഒരു ട്രേ കുറേ കൊണ്ടുവന്നു. അതിലെ ബോൺസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതെല്ലാം ബോൺസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? യെസ്, ഹ്യൂമറസ്, പെറ്റല്ല, കാർപ്പൽസ്, അൾന, റേഡിയസ്, ടിബിയ, ടാർസൽ, ഫീമർ. What is our job? We have to categorize these into two. രണ്ട് സെറ്റായിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം. വളരെ ഈസിയാണ്. ഫോർ ലിംസും ഹൈൻഡ് ലിംസും ആയിട്ട് ക്ലാസിഫൈ ചെയ്താൽ മതി അല്ലേ? അതാണ് ഇവിടെ ഈസി. അതായത് ഹ്യൂമറസ്, ഞാൻ ഫോർ ലിംസിലുള്ള ബോൺസ് പറയാം ആദ്യം. ഹ്യൂമറസ്, കാർപ്പൽസ്, അൾന, റേഡിയസ്. യെസ്, അത്രയാണ് ഫോർ ലിംബിലെ ബോൺസ്. ഹൈൻഡ് ലിംബിലെ ബോൺസ് ഏതൊക്കെയാണ് അപ്പോൾ? ബാക്കി അവശേഷിക്കുന്നവ, അതായത് പെറ്റല്ല, tibia, tarsal, femur. So they are the bones associated with the hind limb. So വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. വാട്ട് ഈസ് എ ക്രൈറ്റീരിയ ചോദിക്കുന്നു. ക്രൈറ്റീരിയ ഈസ് നത്തിങ് ബട്ട് the location of the bones, whether they are located in forelimb or hind limb. അപ്പോൾ രണ്ട് ചോദ്യങ്ങളും വളരെ ഈസി ആയി നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. We move to the next question now. A contracted muscle becomes shorter and thicker but its volume remains the same. അതായത് ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യാൻ നേരത്ത് അവിടെ ആ മസിൽ ഷോർട്ടർ ആകും, തിക്കർ ആകും, പക്ഷെ അതിൻ്റെ വോളിയം സെയിം ആയിരിക്കുമെന്ന്. വളരെ ശരിയാണ്. എന്താ കാരണം? അക്കോർഡിംഗ് ടു ദ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. നിങ്ങൾക്കറിയാം മസിൽ കോൺട്രാക്ഷൻ്റെ തിയറിയാണ് അവർ ചോദിക്കുന്നത്. വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് ദിസ്? ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മസിൽ കോൺട്രാക്ഷൻ്റെ തിയറിയായ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയാണ്. AF അക്സ്ലി, HE അക്സ്ലി അവർ പുട്ട് ഫോർവേഡ് ചെയ്ത തിയറിയാണ് ഈ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. അക്കോർഡിംഗ് ടു ദി സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി, thin filaments they slide over the thick filaments and as a result the H zone will disappear. Z lines they come closer and closer. I band will become shorter.
But there is no change for the A band. A bandന് മാത്രം യാതൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. Thin filaments, they slide over thick filaments, and as a result, the H zone will disappear. H zone അവിടെ disappear ചെയ്യുന്നു. Z lines, they come closer and closer. I band will become short, but there is no change for the A band. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ലൈഡിംഗ് നടക്കുന്നത് വഴി അവിടെ യഥാർത്ഥത്തിൽ വോളിയത്തിൽ യാതൊരു മാറ്റവും അവിടെ വരുന്നില്ല. ഡെൻസിറ്റി മാത്രമേ കൂടുന്നുള്ളൂ അല്ലേ, കൂടുതൽ കണ്ടന്റ് അവിടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വോളിയത്തിൽ യാതൊരു ചേഞ്ചും അവിടെ വരുന്നില്ല. ഐഡന്റിഫൈ ദ ടു കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ മസിൽ. മസിലിലെ രണ്ട് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ഏതെല്ലാമാണ്? Yes, actin and myosin. Actin and myosin. Yes, we have the next question on the screen. Prepare a pathway of an action by using the following hint. അപ്പോൾ കുറേ ഹിൻസ് തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം, അവിടെ റിഫ്ലക്സ് ആക്ഷൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് അവിടെ ഹിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളോട് ചോദിക്കുന്നത് ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഹിൻസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് അത് ഉണ്ടാക്കാൻ സാധിക്കും. റിസപ്റ്റർ ആണ് എപ്പോഴും സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നത്. സ്റ്റിമുലസ് റിസീവ് ചെയ്യുന്നത് റിസപ്റ്റർ. സോ ഫ്രം റിസപ്റ്റർ then comes the afferent nerve fiber. Afferent nerve fiber, which is also called the sensory nerve fiber, and it will go to the interneuron. Then interneuron is getting connected on to the motor nerve fiber or efferent nerve fiber. Then finally it will reach the effector. അവസാനം അത് ഇഫക്ടറിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വളരെ ഈസി ആയിട്ട് ഈ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് സച്ച് എൻ ആക്ഷൻ. ഇവിടെ നീ ജെർക്ക് റിഫ്ലെക്സ് എന്ന ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കുവാൻ സാധിക്കും. ഇവിടെ ഓർക്കണം, നീ ജെർക്ക് റിഫ്ലെക്സ് ആകുമ്പോൾ അവിടെ ഏതാണ് റിസപ്റ്റർ, അവിടെ ഏതാണ് ഇഫക്റ്റർ എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ എക്സാമ്പിൾ വിൽ ബി നീ ജെർക്ക് റിഫ്ലെക്സ്. അതിൻ്റെ ഒരു എക്സാമ്പിളായി അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും നിങ്ങൾക്ക് അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ആ ഡയഗ്രാം ബൈ ഹാർട്ടായി പഠിക്കുക. Now we have the next question. Observe the diagram and identify the labeled portions A, B, C, D. ഇവിടെ A, B, C, D എന്നൊക്കെ ലാബിൽ ചെയ്തിരിക്കുന്നത് എന്തെല്ലാമാണ്? Here in this diagram, A is presynaptic membrane, C is the postsynaptic membrane, and B will be the synaptic vesicles. Then D will be the neurotransmitters. Write the function of part 1 and 4. ഇവിടെ ഉദ്ദേശിക്കുന്നത് എയുടെയും ഡിയുടെയും ഫംഗ്ഷൻ എഴുതാനാണ് ചോദിക്കുന്നത്. അതായത് എ എന്ന് പറയുമ്പോൾ ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദേ വിൽ ബ്രിങ് ഇമ്പൾസസ് ടു ദ സിനാപ്സ്. സിനാപ്സിലേക്ക് ഇമ്പൾസസ് കൊണ്ടുവരുന്നതാണ്. ദേ ആർ ബ്രിങ്ങിങ് ഇമ്പൾസസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ 4 ഓർ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദേ ഹെൽപ്പ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. They help in transmission of impulses across the synaptic cleft or from presynaptic membrane to postsynaptic membrane. Impulses are moving by the help of the neurotransmitter when it is a chemical synapse. Chemical synapses ആകുമ്പോഴാണ് അവിടെ neurotransmitters involved ആകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നാം കടക്കുന്നു. Now we have another question on the screen. You have to distinguish the following: electrical synapse and chemical synapse. You know, electrical synapses are when the synaptic cleft is very narrow, or the distance between the presynaptic membrane and postsynaptic membrane is very, or when they are very close to each other. അപ്പോൾ വളരെ പ്രോക്സിമിറ്റിയിലാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും എങ്കിൽ അതാണ് ഇലക്ട്രിക്കൽ സിനാപ്സസ്. പക്ഷേ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അപ്പോഴാണ് കെമിക്കൽ സിനാപ്സസ് ആകുക. അപ്പോഴാണ് അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത്. നിങ്ങൾക്കറിയാം, വളരെ റെയറാണ് ഇലക്ട്രിക്കൽ സിനാപ്സസ്. നമ്മുടെ ബോഡിയിൽ കൂടുതലും കണ്ടുവരുന്നത് കെമിക്കൽ സിനാപ്സസ് ആണ്. അടുത്തതായി റോഡ്സ് ആൻഡ് കോൺസ്. എങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക? റോഡ്സ് ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ വിഷൻ ഡ്യൂറിങ് dark light vision. Dark light vision involved ആണ് rod cells. They have the pigment rhodopsin. Okay, or they are involved in scotopic vision എന്ന് നമുക്ക് പറയാം. Scotopic vision. എന്നാൽ കോൺ സെൽസ് അങ്ങനെയല്ല. They are involved in vision in bright light or color vision. Color visionൽ ഇൻവോൾവ്ഡ് ആണ് കോൺ സെൽസ്, and they have the pigment iodopsin. അപ്പോൾ ബേസിക് കളേഴ്സിന് സെൻസിറ്റീവ് ആയിട്ടുള്ള
പിഗ്മെന്റ്സ് എല്ലാം ഈ കോൺ സെൽസിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് കോൺ സെൽസിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലോ വേവ് ലെങ്ത് സെൻസിറ്റീവ്, മീഡിയം വേവ് ലെങ്ത് സെൻസിറ്റീവ് ആൻഡ് ഷോർട്ട് വേവ് ലെങ്ത് സെൻസിറ്റീവ് കോൺസ് എന്ന് അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതുമാണ്. നമുക്കിനി അടുത്തതായി കംപ്ലീറ്റ് ദ ഗിവൺ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക? യു നോ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. അപ്പോൾ ഇവിടെ ലാബിൽ ചെയ്യേണ്ടത് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്നാണ്. ഇനി സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ഈസ് ഹാവിംഗ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പോൾ ഇവിടെ സ്പൈനൽ കോഡ് എന്നാണ് എഴുതേണ്ടത്. Okay, now what about the peripheral nervous system? It is further classified into autonomous neural system and somatic neural system. Autonomous and somatic neural system അങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക. അടുത്തതായി autonomous neural system is further classified into sympathetic and പാരാസിമ്പത്തറ്റിക്. അപ്പോൾ ഈ രീതിയിൽ ഈ ഫ്ലോ ചാർട്ട് നന്നായി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ അഫറന്റ് നെർവ് ഫൈബേഴ്സ്, ഇഫറന്റ് നെർവ് ഫൈബേഴ്സ് അവ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തതായി കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ. എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ഫോർ ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഫോർ ബ്രെയിൻ്റെ പാർട്സ് ആണ് സെറിബ്രം, തലാമസ്, പിന്നെ നമുക്ക് എഴുതാവുന്നത് ഹൈപ്പോതലാമസ് എഴുതാവുന്നതാണ്. അതുപോലെ ഹൈൻഡ് ബ്രെയിൻ എഴുതി പോകുമ്പോൾ എങ്ങനെയാണ്? ഹൈൻഡ് ബ്രെയിൻ യു ക്യാൻ റൈറ്റ് പോൺസ്, മെഡുല്ല, സെറിബെല്ലം കൂടി ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ? സെറിബെല്ലം ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഹൈൻഡ് ബ്രെയിൻ. ഇനി മിഡ് ബ്രെയിൻ പോർഷൻ ആണ് കോർപ്പോറ, ക്വാഡ്രിജെമിന. അപ്പോൾ ആ രീതിയിൽ ബ്രെയിൻ പാർട്സ് അതിൻ്റെ ഫ്ലോ ചാർട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതും നിങ്ങൾ നന്നായി പഠിക്കുക. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ അതിൻ്റെ പാർട്സും നല്ല രീതിയിൽ പഠിക്കുക. Okay, we have the next question on the screen. Cerebral hemispheres in human brain, they are connected by, cerebral hemispheres are connected by corpus callosum ആണ്, corpus callosum. What about association area? Cerebral cortex is having different areas, sensory area, motor area, association area. അതിൻ്റെ എല്ലാം ഫങ്ഷൻസും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ ആൻസർ കോർപ്പസ് കലോസം തന്നെ. കോർപ്പോറ ക്വാഡ്രിജെമിന ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ്റെ പാർട്ടാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. Then what about pons veroli? അത് hind brain portion ആണ്. Okay, now we have the next question on the screen. Observe the diagram. Name the parts A and B. ഇതിൽ എയും ബിയും നമ്മൾക്ക് ലേബൽ ചെയ്യുമ്പോൾ എ എന്ന് ലേബൽ ചെയ്തിരിക്കുന്നതാണ് ലെൻസ്. A will be lens here, then labeled as B will be the blind spot. Blind spot ആയിരിക്കും B എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒപ്റ്റിക് നെർവ് എമർജ് ചെയ്യുന്ന പോർഷനാണിത്. അപ്പോൾ അതുകൊണ്ട് ഒപ്റ്റിക് നെർവ് എമർജ് ചെയ്യുന്ന റെറ്റിനയുടെ ഭാഗത്തെ നാം ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് പറയുക. ആൻഡ് above the blind spot there is a yellow spot or macula lutea. Macula luteയുടെ സെൻറ്ററിൽ കാണുന്ന ആ പിറ്റാണ് ഫോവിയ എന്ന് പറയുന്നത്. സെൻട്രൽ പിറ്റ് ഇൻ macula lutea is called fovea or fovea centralis, where we have the maximum resolution for the vision. So here A and B ഏതൊക്കെയാണ്? ലെൻസ് ആൻഡ് ബ്ലൈൻഡ് സ്പോട്ട്. ഇനി അവർ എന്നെ ചോദിക്കുന്നത് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫോവിയയുടെ ഫീച്ചർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദിസ് ഈസ് ദ ഏരിയ ഓഫ് മാക്സിമം വിഷ്വൽ ആക്ടിവിറ്റി ഓർ ഹയസ്റ്റ് വിഷ്വൽ ആക്ടിവിറ്റി. അതാണ് നമുക്ക് ഫോവിയയിൽ കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? അറേഞ്ച് ദ പാർട്സ് ഗിവൺ അക്കോർഡിംഗ് ടു ദ സീക്വൻസ് ഓഫ് ലൈറ്റ് പെനിട്രേഷൻ. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു സീക്വൻസിൽ ഈ പാർട്സ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം കോർണിയാണ് നമുക്ക് എഴുതേണ്ടി വരിക. ഓക്കെ, കാരണം കോർണിയയിലൂടെയാണ് ലൈറ്റ് ആദ്യം എൻ്റർ ചെയ്യുന്നത്. കോർണിയ കഴിഞ്ഞാൽ അക്വസ് ചേംബർ, ദെൻ ദർ ഈസ് ലെൻസ്, ഓക്കെ, ദെൻ വിട്രിയസ് ചേംബർ, റെറ്റിന. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ അറേഞ്ച് ചെയ്യാം. ഈ തന്നിരിക്കുന്ന വേർഡ്സ് ആ സീക്വൻസിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരിക. ബിക്കോസ് ലൈറ്റ് വിൽ എൻ്റർ ഇൻ ദാറ്റ് സീക്വൻസ് ഓൺലി. ഓക്കെ, നൗ വി ഹാവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ ദ സ്ക്രീൻ. നോക്കൂ, എ ബി രണ്ട് സിനാപ്സസിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ആ എയും ബിയും വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഫസ്റ്റ് വൺ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാന്ന് പറയുകയാണ്. അതായത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും അപ്പോൾ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാകുമ്പോൾ അത് ഏതു തരം സിനാപ്സ് ആയിരിക്കും? ദാറ്റ് വിൽ ബി ഇലക്ട്രിക്കൽ സിനാപ്സ്. അത് ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ്. ഇനി രണ്ടാമത് പറയുന്നത് ദ ടൈപ്സ് ഓഫ് സിനാപ്സ്, ദ മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ സെപ്പറേറ്റഡ്
and filled with fluid filled ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കെമിക്കൽ സിനാപ്സ് തന്നെയാണ്. അപ്പോൾ ഇത് കെമിക്കൽ സിനാപ്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ ആ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിന് എന്ത് പറയുമെന്ന്? അതല്ലേ ഞാൻ പറഞ്ഞത്, അതാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ആൻസർ ഇലക്ട്രിക്കൽ സിനാപ്സ്, പിന്നെ കെമിക്കൽ സിനാപ്സ്. രണ്ടാം ചോദ്യത്തിന് ആൻസർ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. Okay, we have the next question on the screen right now. Identify the stages of nerve impulse conduction. ഈ nerve impulse conduction stages ഇവിടെ സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റേജ് 1 അവിടെ നോക്കുമ്പോൾ അവിടെ ഔട്ടർ സർഫസിൽ നിറയെ പോസിറ്റീവ് ചാർജ്, ഇന്നർ സർഫസിൽ നെഗറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ അത് റെസ്റ്റിംഗ് ന്യൂറോൺ ആയിരിക്കും. സോ ദിസ് ഈസ് റെസ്റ്റിംഗ് ന്യൂറോൺ. ഇനി സെക്കൻഡ് ഡയഗ്രാം നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും കുറച്ച് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് എല്ലാം അകത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഇൻഫ്ലക്സ് ഓഫ് സോഡിയം ആയിരിക്കണം അത്. ഓക്കെ, സോ ദിസ് വിൽ ബി ഡീപോളറൈസേഷൻ. സോ 1 ഈസ് റെസ്റ്റിംഗ് ന്യൂറോൺ and 2 will be the depolarization happening here. And how resting membrane potential is achieved? എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുക? It is by pumping of sodium and potassium. For every 2 K plus coming inside, 3 Na plus will be pumped outside by an active method. Active ആയിട്ടുള്ള ഒരു പമ്പിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ? For every 2 K plus entering into the exoplasm, 3 Na plus will be pumped out energetically. So that is called sodium potassium pump. അപ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് വഴിയാണ് പലപ്പോഴും ഒരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യുന്നത്. കാരണം ഔട്ട്സൈഡ് അവിടെ പോസിറ്റീവ് ചാർജ് അവിടെ കൂടും. കാരണം കൂടുതൽ സോഡിയം പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് വിൽ ബി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ദർ വിൽ ബി ലോട്ട് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് and their electronegativity will be very high compared to the positively charged ions there in the exoplasm. അപ്പോൾ അകത്ത് നെഗറ്റീവ് ചാർജിനാണ് കൂടുതൽ സാധ്യത, എന്നാൽ പുറത്ത് പോസിറ്റീവ് ചാർജ് because of the sodium. Okay, now we have the next question on the screen. Where do you find the following structure in the human body? അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് എവിടെയാണ് കാണാമെന്നാണ് ചോദിക്കുന്നത്. വളരെ ഈസിയാണ്. കോക്ലിയ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ മെംബ്രേനിയസ് ലാബറിന്ത്. നിങ്ങൾക്കറിയാം ഇന്നർ ഇയറിൽ മെംബ്രേനിയസ് ലാബറിന്ത്, ബോണി ലാബറിന്ത്. അതിൽ മെംബ്രേനിയസ് ലാബറിന്തിലാണ് കോക്ലിയയും വെസ്റ്റിബുലാർ അപ്പാരറ്റസും ഒക്കെ വരുന്നത്. അപ്പോൾ കോക്ലിയ ഇറ്റ് ഈസ് ദ ഓർഗൻ വിച്ച് ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. So cochlea, it is the organ helping for hearing, because in cochlea you can see organ of Corti. The receptor which helps in hearing, the organ of Corti, you can see within cochlea. അപ്പോൾ അതുകൊണ്ട് cochlea, it is in membranous labyrinth. Neurotransmitters, they are associated with chemical synapses. Chemical synapsesലാണ് neurotransmitters നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. Okay, now we have the next question on the screen. Function of certain hormones are given. Identify the hormone. അപ്പോൾ നമ്മളിവിടെ ഹോർമോൺ ഏതാണെന്ന് നാം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം. Regulation of metabolism, differentiation of T cells. Of course, it will be thymosin. Thymosin, that is helping for differentiation of T cells, and that is why thymus gland is considered as the training school of T lymphocytes. T lymphocytes-ന്റെ ട്രെയിനിങ് സ്കൂൾ എന്നാണ് പലപ്പോഴും തൈമസ് ഗ്ലാൻഡിനെ പറയാ. തൈമോസിൻ സെക്രീഷൻ വിൽ ഡിക്രീസ് ബൈ അഡ്വാൻസിങ് ഏജ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റോപ്പ് beyond the age of 50. So that is why thymus gland, it will be very large at the time of birth, but its size will decrease or it will diminish by advancing age. So thymosin, that is answer for A. What about B? Lowers the blood sugar. That will be insulin. Insulin will help in lowering the blood sugar. Okay, now another one, support pregnancy and act on mammary gland. Of course, it will be progesterone. Progesterone is a hormone which will act on the mammary gland also. So here progesterone will be our answer for this question. Now we move to our next question. Anita saw a poisonous snake on her way to school and she was frightened and her heartbeat and breathing rate increased. Name the hormones which are dominant at the time in her blood. At that time, it will be adrenaline, noradrenaline. These are the hormones called emergency hormones. So emergency hormones will be high whenever there is a stress situation, whenever there is a frightened situation.
Then, which endocrine gland is producing this hormone? This hormone, adrenaline, it is produced by the adrenal gland. Then, to which organ this endocrine gland is attached to? Adrenal gland is attached onto kidneys. So, it's a very simple question. Now, we have another question on the screen. Following are the hormones produced by tissues other than endocrine glands. Write where it is produced and mention the function of each. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ അല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതാനും ഹോർമോണുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാം അവ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പറയണം, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും മെൻഷൻ ചെയ്യണം. Cholecystokinin, you know, it is helping for contraction of the gallbladder and release of bile. So contraction of gallbladder and release of bile, it is done by cholecystokinin and it is produced from duodenum. What about gastrin? Gastrin will increase the gastric activity. It will increase the gastric secretion. It will also increase the gastric activity. So it is produced from stomach. Then what about secretin? Secretin, it is produced by duodenum again and its action is on pancreas. Increase the secretion of bicarbonates and water from pancreas. That is the role of secretin here. We can expand the following hormones. TSH is a thyroid stimulating hormone. Then ACTH, adrenocorticotropic hormone. ANF is a atrial natriuretic factor. Then we have FSH or follicle stimulating hormone. സോ അങ്ങനെ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഹോർമോൺസിൻ്റെ ഈ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ ഹോർമോൺസ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സോഴ്സും അതുപോലെ തന്നെ അതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ, ആ രീതിയിലാണ് പലപ്പോഴും ചോദ്യങ്ങൾ സാധാരണ കണ്ടുവരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A set of diseases are given below. Write the hormone related to it. അപ്പോൾ diabetes mellitus, insulin is associated with the diabetes mellitus. So hyposecretion of insulin, that is the reason for diabetes mellitus. Gigantism, growth hormone is associated with the gigantism. An increase in the growth hormone is reason for gigantic appearance. Then diabetes insipidus, low ADH, anti-diuretic hormone അപര്യാപ്തതയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് കാരണമാകുന്നത്. Then cretinism is due to a hyposecretion of thyroxine hormone. Okay, so in that way we can answer all these questions. We move on to the next one. Fill in the blanks. Hormones and its target gland. ഹോർമോൺസും അവയുടെ ടാർജറ്റ് ഗ്ലാൻഡ്സും നമ്മൾ കണ്ടെത്തണം. നോക്കൂ, ഹൈപ്പോതലാമിക് ഹോർമോൺസ് ഏതാണ് അതിൻ്റെ ടാർജറ്റ് വിൽ ബി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. തൈറോട്രോപ്പിൻസ് ഓർ TSH, ദ ടാർജറ്റ് വിൽ ബി TSHൻ്റെ ടാർജറ്റ് ഏതാണ്, തൈറോയിഡ് ഗ്ലാൻഡ് ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. Okay, then corticotropin or ACTH, the target will be adrenal gland. Then another one, gonadotropin, the target will be gonads. LHFSH, they act on gonads. Then melanotropin or MSH, the target will be melanocytes. അപ്പോൾ ആ രീതിയിൽ ഓരോ ഹോർമോണിൻ്റെയും ടാർജറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഈ ഹോർമോൺസിൻ്റെ സോഴ്സും നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ഈ ഹോർമോൺസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നും നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. ഓക്കെ, സോ നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ABCD. A here is hypothalamus. A എന്ന ലാബിൽ ഇരിക്കുന്ന ഹൈപ്പോതലാമസ് ആണ്. നിങ്ങൾക്കറിയാം ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള ഒരു കണക്ഷൻ അതെന്താണ്, ഇൻഫൻറ്റിബുലം. അതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നീട് B. So here labeled as B will be posterior pituitary and D will be anterior pituitary and labeled as C will be portal circulation. So portal circulation is labeled as C here. So very easy. ഇത് ടെക്സ്റ്റ് ബുക്കിലെ അതേ ഡയഗ്രാം അതേ രീതിയിൽ ലേബൽ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അടുത്തതായി complete the table, fill in the blanks. Pancreas, glucagon. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? Glucagon, it will help in increase of the blood glucose level. Blood glucose level increase ചെയ്യുക, അതാണ് ഗ്ലൂക്കഗോണിൻ്റെ ഫംഗ്ഷൻ. Then which gland is producing thymosin? Thymus gland. ഞാൻ നേരത്തെ പറഞ്ഞു, at the time of birth it will be very large but its size will decrease by advancing age. അതായത് thymus gland.
Then another one, pineal gland is producing melatonin. Melatonin is responsible for the 24-hour diurnal rhythm. So melatonin here. Then pituitary, adinte oxytocin function endana? Vigorous contraction of uterine muscles. Adana ivide ezhudendhathu. Contraction of uterine muscles for parturition or for delivery. Then another one, parathyroid hormone. It is produced by parathyroid gland. So E here will be parathyroid gland. Then thyroid gland, it is producing TCT. And what is the function of TCT? It lowers the blood calcium level. Blood calcium level lower cheyyuka. Adana TCT ude function. So we can move to the next question now. It is also a table. We have to fill here. This is ANF. Heart produce ചെയ്യുന്ന ANF ആണ്. Blood pressure decrease ചെയ്യുന്നത്. Then pancreas produce ചെയ്യുന്ന insulin ആണ്. എന്ത് ചെയ്യുക? Glucose level lower ചെയ്യുന്നു. So here B will be lowering the glucose level. Okay, next to JGA or juxtaglomerular apparatus. It is producing erythropoietin and it will stimulate erythropoiesis or RBC production. So here it is JGA or juxtaglomerular apparatus for C, and here it is thymosin. Thymus gland will produce thymosin and that will give immunity for the person. So we have the next question on the screen now. Observe the following and you have to identify the X and Y here. X ഇവിടെ ലാബിൽ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? അതായത് ഈ സൈഡിൽ അഡ്രിനൽ മെഡുലയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മിക്കവാറും എന്താണ്? അഡ്രിനൽ കോർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ഇറ്റ് വിൽ ബി അഡ്രിനൽ കോർട്ടെക്സ്. Adrenal cortex, it will produce a set of hormones and they are called corticoids. അപ്പോൾ corticoids produce ചെയ്യുന്നത് outer part of adrenal cortex ആണ്. അതായത് adrenal cortex ആണ്. Adrenal cortexനെ തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, zona glomerularis, zona fasciculata and zona reticularis. Zona glomerularis will produce mineralocorticoids. Zona fasciculata will produce glucocorticoids and zona reticularis will produce sex corticoids or gonadocorticoids. Now here adrenal medulla, it will produce a set of hormones called adrenaline and noradrenaline. Noradrenaline ആണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. Okay, and they are called emergency hormones. So in this question they are asking why they are called hormones of fight or flight. എന്തുകൊണ്ടാണ് അവയെ ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഫ്ലൈറ്റ് എന്നൊക്കെ പറയുന്നത്? എമർജൻസി ഹോർമോൺസ് എന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് സ്ട്രെസ്, അറ്റ് ദ ടൈം ഓഫ് ഫിയർ, ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ഓഫ് ദ പേഴ്സൺ, റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ദ പേഴ്സൺ, ബ്ലഡ് പ്രഷർ ഓഫ് ദ പേഴ്സൺ, എവറിഥിങ് വിൽ ഇൻക്രീസ് ബൈ emergency hormones. So piloerection will also happen by emergency hormones. So here emergency hormones are also called hormones of fight or flight. Classify the given set of hormones. Prolactin, oxytocin, luteinizing hormone, vasopressin. എങ്ങനെയാണ് ഇവയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക? അഡിനോ ഹൈപ്പോഫൈസിസ് ഓർ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ന്യൂറോ ഹൈപ്പോഫൈസിസ്. നിങ്ങൾക്കറിയാം, ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ മാത്രമാണ്. എന്നാൽ അഡിനോ ഹൈപ്പോഫൈസിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്രൊലാക്റ്റിൻ, ലൂട്ടനൈസിങ് ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ, ACTH, അങ്ങനെ ഒട്ടനവധി ഹോർമോൺസ് ഈ അഡിനോ ഹൈപ്പോഫൈസിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അഡിനോ ഹൈപ്പോഫൈസിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നവയും ന്യൂറോ ഹൈപ്പോഫൈസിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നവയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓർക്കുക, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി വിൽ റിലീസ് ദ ടു ഹോർമോൺസ് വാസോപ്രസിൻ and oxytocin. Vasopressin and oxytocin, they are actually produced from hypothalamus, but they are released from posterior lobe of pituitary. Okay, so we have the next question on the screen. Observe the relationship between the first two terms and fill in the blanks. ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ ഈസ് ഗ്ലൂക്കഗോൺ. ശരിയാണ്, അതായത് ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ബട്ട് വിച്ച് ഹോർമോൺ ഈസ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ? Hypoglycemic hormone is insulin. So the correct answer will be insulin for this question. Okay, like insulin and glucagon, TCT and PTH are antagonistic in their action. Substantiate your answer.
അതായത് ഇൻസുലിനും ഗ്ലൂക്കഗോണും ആൻറ്റഗോണിസ്റ്റിക് ആണ്. അതെ, കാരണം അവ ഒപ്പോസിങ് ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഒന്ന് ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണെങ്കിൽ മറ്റൊന്ന് ഒരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ഗ്ലൂക്കഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ, ഇൻസുലിൻ ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. അതുപോലെ തന്നെയാണ് TCT ആൻഡ് PTH. എന്തുകൊണ്ട്? കാരണം TCT ഇറ്റ് ലോവേഴ്സ് ദ ബ്ലഡ് കാൽസ്യം ലെവൽ, വെറാസ് PTH it increases the blood calcium level. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസറായി നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ PTH and TCT they are also antagonistic hormones or they oppose each other's function. Yes. So we have the next question on the screen. Classify the hormones based on the requirement of the second messengers. Second messengers ന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് ഈ ഹോർമോൺസിനെ ക്ലാസിഫൈ ചെയ്യുക. നിങ്ങൾക്കറിയാം, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആർ റിക്വയർഡ് ഫോർ നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസ്. സ്റ്റിറോയിഡ് ഹോർമോൺസ് they don't require second messengers. For steroid hormones, so they have a receptor within the cell. They will have intracellular receptors. But usually for membrane receptors or for hormones which require membrane receptors or for non-steroid hormones, they have second messengers. എപ്പോഴും ഫസ്റ്റ് മെസ്സഞ്ചർ ഹോർമോൺ ആയിരിക്കും. അത് നിങ്ങൾക്കറിയാമല്ലോ. പ്രൈമറി മെസ്സഞ്ചർ ഈസ് ഹോർമോൺ ഇറ്റ് സെൽഫ്, ബട്ട് ദ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദോസ് ഹോർമോൺസ് വിച്ച് ഹാവ് membrane receptors or non-steroid hormones, they require second messengers. ഇവിടെ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത്തരത്തിൽ ഏതെല്ലാം ഹോർമോൺസിന് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് വേണം, ഏതെല്ലാം ഹോർമോൺസിന് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് വേണ്ട എന്ന രീതിയിൽ നമുക്കിവിടെ സെലക്ഷൻ നടത്തേണ്ടതായിട്ട് വരും. നോക്കൂ, ഈസ്ട്രജൻ, ആൽഡോസ്റ്റിറോൺ, then testosterone. These are steroid in nature. These are steroid hormones. So they don't require second messengers. Second messengers അവർക്ക് വേണ്ട, അവർ സ്റ്റിറോയിഡ് ആണ്. അപ്പോൾ നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണവ? നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആർ അഡ്രിനാലിൻ, FSH, insulin. They are non-steroid hormones, so they require second messengers. Adrenaline is an amine hormone, whereas FSH, insulin, they are protein hormones or peptide hormones, so they require second messengers. So is it clear? അപ്പോൾ ആർക്കൊക്കെ സെക്കൻഡ് മെസ്സഞ്ചർ വേണം, ആർക്കെല്ലാം വേണ്ട എന്നും കൃത്യമായി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. So by this question we conclude our revision of first year zoology. 11 chapters, 111 questions, and we require only 111 minutes for revising. So here this was a super fast revision. ഈ സൂപ്പർ ഫാസ്റ്റ് റിവിഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷയിൽ നല്ല വിജയം ആശംസിക്കുന്നു. വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരേക്കും